പ്രിയമുള്ളവരെ, ഇനി നമുക്ക് ഒരു ഗെയിം കളിക്കാം. ഒരു മാജിക് ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മറ്റൊന്നുമല്ല, ഒരു ഓയും ഒരു എക്സും വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, നിങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിനൊത്ത ഒരു ബോർഡ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഇനി ഏത് വേണം? എക്സ് വേണോ ഓ വേണോ? പ്ലീസ്. ഓ വേണം. ഓ ഏത് വേണം? ഓ ഞാൻ എടുക്കണോ നിങ്ങൾക്ക് വേണം? എക്സ് ഏതാ ഒന്ന് തീരുമാനിക്കുക. എക്സ് ഓ വേണ്ട. ഓക്കെ, അപ്പൊ ഞാൻ കളിക്കാം. ഇത് കളിച്ച് ഗെയിമിൽ ജയിച്ചാൽ 2 ഗ്രാമിന്റെ സ്വർണമാണ് നിങ്ങൾക്ക് ഈ ഓഫറായിട്ട് തരാൻ പോകുന്നത്. കളിയിൽ ഞാൻ ജയിച്ചാൽ ഈ 2 ഗ്രാമിന്റെ സ്വർണം ഞാൻ തരും. മനസ്സിലായി? അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഇതപ്പോ ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആൾ ഞാനാണ്. അതുകൊണ്ട് ഞാൻ ഈ ഓ ഞാൻ സെലക്ട് ചെയ്തു. ഈ ഓ ഞാൻ എവിടെ വെക്കണം? താഴേക്ക് ഇവിടെ വെച്ചു. സെൻട്രൽ വെക്കണം. താഴെ വെച്ചാൽ പ്രശ്നം സെൻട്രലാണ്. ഓക്കെ, ഞാൻ ഇതിന്റെ നടുവിലായിട്ട് ഇത് വെച്ച സാധനം പിന്നെ ഒരിക്കലും മാറ്റില്ല. അടുത്തത് ഓയാണ്. ഈ ഓയാണ് നിങ്ങൾ കളിക്കേണ്ടത്. ഇനി ഓ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പറഞ്ഞോളൂ. ഓയുടെ താഴെ ഇവിടെ താഴെ ഇവിടെ വെക്കണം. ഇവിടെ വെക്കണം. മേലിൽ എവിടെ വേണം? ഇപ്പുറത്തെ സൈഡില് ഇവിടെ ഈ ടോപ്പിലായിട്ട് ഇവിടെ വെക്കണം. ഇവിടെ വെക്കണം. റൈറ്റ് സൈഡില്. ഓക്കെ, ഇവിടെ വെക്കണം. ഇനി ഇത് മാറ്റില്ല ഒരിക്കലും. ഇത് ഞാൻ എൻ്റെ വിശദീകരിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. വേറെ ഒന്നുമില്ല, ഈ എക്സുകളെല്ലാം ഇങ്ങനെ വന്നാൽ നിങ്ങൾ ജയിക്കും. ഇങ്ങനെ എക്സ് വന്നാലും നിങ്ങൾ ജയിക്കും. മനസ്സിലായില്ലേ? അതേ സമയത്ത് ഇങ്ങനെ എക്സ് വന്നാൽ നിങ്ങൾ ജയിക്കും, ഇങ്ങനെ എക്സ് വന്നാൽ ജയിക്കും, ഇങ്ങനെ എക്സ് വന്നാൽ ജയിക്കും, ഇങ്ങനെ വന്നാലും നിങ്ങൾ ജയിക്കും. ഇനിയിപ്പോൾ ഏതായാലും എക്സ് ഇങ്ങനെ വരില്ല. അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഓ സെറ്റ് ചെയ്തു. അതിൻ്റെ പേര് ഒരിക്കലും ഇനി എക്സ് അങ്ങനെ വരില്ല. ഇനി അടുത്തത് എൻ്റെ ചാൻസാണ്. അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും വയ്ക്കുകയാണ്. ഓ എൻ്റെയാണ്. അപ്പോൾ ഞാൻ ഓ വയ്ക്കുകയാണ്. ഇത് വെക്കേണ്ടത് ഞാൻ ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ വെക്കും. എൻ്റെ ചാൻസാണ്. അതുകൊണ്ട് ഞാൻ ഈ ഓ ഇവിടെ വെച്ചു. ഓ ഇവിടെ വെച്ചു. ഇനി എക്സ് വെക്കണം. പറഞ്ഞോ. ഓയുടെ മേളിൽ വെക്കണം. ഓയുടെ മേളിൽ ഇവിടെ. ഓക്കെ, ഇവിടെ ഇവിടെ വെക്കണം. അപ്പൊ നിങ്ങൾ കളി ഏതാണ്ട് പഠിച്ച മട്ടായി. അപ്പൊ ഏതാണ്ട് ഓ ഇങ്ങനെ വരില്ല, ഞാൻ ജയിക്കില്ല. ഇനി അടുത്തത് എന്റെ ചാൻസ് ആണ്. ഇനി ഞാൻ വെക്കാം. ഓ ഞാൻ വെക്കുകയാണ്. ഇത് എന്റെ ചോയ്സാണ്. ഞാനാണ് വെക്കുന്നത്. എവിടെ വെക്കണം? ഇത് നിങ്ങൾക്ക് പറയാൻ അധികാരമല്ല. ഞാനാണ് വെക്കുന്നത്. ഞാൻ വെച്ചു. ഇവിടെ വെച്ചു. അടുത്തത് എവിടെയാണ്? അടുത്ത ചാൻസ് നിങ്ങളുടെയാണ്. എവിടെ വെക്കണം? പറയാം പ്ലീസ്. ഓ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ ഇവിടെ ഓക്കെ. എവിടെ? ഇവിടെ ഇവിടെ തന്നെ മാറ്റമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വെച്ചു. അപ്പോൾ ഇവിടെ ഓ വന്നാർന്നെങ്കിൽ ഞാൻ ജയിച്ചാൽ. ഇതിന് 2 ചാൻസുകളുണ്ട്. ഇത് കളിയിൽ നിങ്ങൾ ജയിച്ചാൽ കളി നമ്മളോട് വൈൻഡപ്പ് ചെയ്യും. അതുകൊണ്ട് അടുത്ത ചാൻസ് എൻ്റെയാണ്. ഞാൻ വെക്കുകയാണ്. ഇവിടെ ഓ എൻ്റെയാണ്. ഞാൻ ഓ ഇവിടെ വെച്ചു. ഓക്കെ, ഇനി 2 ചാൻസ് ഉണ്ട്. ഇനി ഓ നിങ്ങളുടെയാണ്. എവിടെ വെക്കണം? പറഞ്ഞു. അവിടെ മുകളിൽ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ ഇവിടെ വെച്ചു. എവിടെ എവിടെ നമ്മൾ പറഞ്ഞു? എവിടെ താഴെ? എവിടെ? ഇവിടെ എവിടെ വെച്ചില്ലേ? പറഞ്ഞു. അതിന്റെ താഴെ എന്ന് പറയുമ്പോൾ വയ്ക്കും. ഇതിന്റെ സെന്ററിൽ വയ്ക്കും. ഇവിടെ ഓച്ചില്ലേ? ഇവിടെ. ഓക്കെ, അപ്പൊ കളി മക്കൾ പഠിച്ചു. ഇനി അടുത്തത് ഓയാണ്. ഇതിൽ വലിയ കഥയൊന്നുമില്ല. ഈ സാധനം നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഈ 2 ഗ്രാം സ്വർണ്ണം നമ്മൾ കമ്പനി തന്നെ തിരിച്ചെടുക്കാൻ പോവാണ്. കാരണം പറഞ്ഞാൽ ഇതിനകത്ത് ആരും ജയിച്ചിട്ടില്ല. ഇവിടെ ഓ ഇങ്ങനെ വന്നാലും ഞാൻ ജയിച്ചാണ്, ഇങ്ങനെ വന്നാലും ജയിച്ചാണ്. അപ്പോൾ ഈ കളിയിൽ ജയിച്ച ഒരു വ്യക്തിയുണ്ട്. നിങ്ങൾക്ക് കാണേണ്ട ആരാണ്? ഇത് മറ്റാരുമല്ല, നമ്മുടെ ഈ കഴിഞ്ഞ ജൂലൈ 25-ാം തീയതി
മലയാള സിനിമയിലെ ഇതിഹാസ നടൻ ജയൻ, അന്തരിച്ച മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ എന്ന ജയൻ സാറിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കിക്കോ. ഇതിനെ പറ്റിയൊരു പ്രത്യേകത, നമ്മൾ ഇതിൻ്റെ ഒരു പിക്ചർ നമ്മുടെ ഒരു സ്ഥാനം മാറ്റി വെച്ചാൽ ഈ ജയൻ സാറിൻ്റെ ഈ അതിമനോഹരമായ ഒരു മുഖം വികൃതമാണ്. ഇതൊന്ന് തലയിരിച്ചു വെച്ചാൽ കേട്ടോ. ഇതൊന്നും വന്നില്ല, കളി നമ്മൾ വേണ്ട രീതിയിൽ തന്നെ കളിച്ചു. ഇഷ്ടമായി മാജിക്ക? മാജിക് ഇഷ്ടമായി? എല്ലാവരും കൈയ്യടിച്ചു. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു.